നമസ്കാരം. നേപ്പാൾ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബാലേന്ദ്ര ഷാ രാമനവമി ദിനം സത്യപ്രതിജ്ഞയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ വരുന്ന മാർച്ച് 27-നാണ് രാമനവമി ദിനം. ആ ദിവസം തന്നെ സത്യപ്രതിജ്ഞയ്ക്കായി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നേരത്തെ നേപ്പാൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചതും ജനകപുരിയിൽ നിന്നാണ്. സീതാദേവിയുടെ ജന്മഭൂമി എന്നറിയപ്പെടുന്ന പുണ്യസ്ഥലമാണ് ജനകപുരി. ജനകപുരിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം വമ്പൻ വിജയമാണ് തെരഞ്ഞെടുപ്പിൽ ബാലേന്ദ്ര ഷാ നേടിയത്. ബാലേന്ദ്ര ഷായുടെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേപ്പാൾ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ ചരിത്രമാണത്. രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി വലിയ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ 2026 മാർച്ച് 5-ാം തീയതി നടന്ന നേപ്പാൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടിയത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നേരിട്ടുള്ള മത്സരം നടക്കുന്ന 165 സീറ്റുകളിൽ 125 സീറ്റുകളിലും ജയം ബാലേന്ദ്ര ഷായുടെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിക്കായിരുന്നു. റെപ്രസെൻറ്റേറ്റീവ് പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെടുന്ന മറ്റ് സീറ്റുകളുണ്ട്. അതിൽ 57 സീറ്റുകളും ഈ RSP നേടുന്നു. മൊത്തത്തിൽ 182 സീറ്റുകളാണ് RSP നേടിയത്. 3-2 ഭൂരിപക്ഷം നേടി, അല്ലെങ്കിൽ 3-2 ഭൂരിപക്ഷത്തോടു കൂടി വമ്പൻ വിജയം നേടിയിട്ടാണ് ബാലേന്ദ്ര ഷായുടെ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നത്. ഒരു സംശയവും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഉണ്ടായില്ല അടുത്ത പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. കാരണം നേപ്പാളിൽ സർക്കാരിനെതിരെ, സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം, സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ, സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ നേപ്പാളിലെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു. ആ പ്രതിഷേധത്തിനെല്ലാം നേതൃത്വം കൊടുത്തത് ബാലേന്ദ്ര ഷാ ആയിരുന്നു. വിലക്കയറ്റം രാജ്യത്ത് അതിരൂക്ഷമായിരുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, തൊഴിലില്ലായ്മ, അതോടൊപ്പം തന്നെ അഴിമതി വലിയ രീതിയിൽ ഭരണതലത്തിൽ കടന്നുകയറിയിരുന്നു. ഇതെല്ലാം അവസാനിപ്പിക്കാൻ നേപ്പാളി കോൺഗ്രസും അതുപോലെ തന്നെ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം അഴിമതിയുടെ രാജാക്കന്മാരായി മാറിയപ്പോൾ, രാജഭരണം അവസാനിപ്പിച്ച് ജനാധിപത്യ സർക്കാരുകൾ അഴിമതിയുടെ രാജാക്കന്മാരായി മാറുകയായിരുന്നു. അപ്പോഴാണ് രാജ്യത്തെ ജനങ്ങൾ സംഘടിച്ച് ഭരണവിരുദ്ധ പ്രക്ഷോഭം നടത്തിയത്. ആ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ബാലേന്ദ്ര ഷായാണ്. ആ ബാലേന്ദ്ര ഷായെ തന്നെ അടുത്ത ഭരണാധികാരം ജനങ്ങൾ ഏൽപ്പിച്ചു നൽകിയിരിക്കുകയാണ്. അതേ ബാലേന്ദ്ര ഷായാണ് രാമനവമി ദിനത്തിൽ തൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകണം എന്ന തീരുമാനം എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നേപ്പാൾ ലോകത്തിലെ തന്നെ ഏക ഹിന്ദു രാഷ്ട്രമായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രഭാവത്താൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ നേപ്പാളിന് ഹിന്ദു രാഷ്ട്രം എന്ന പദവി നഷ്ടമായിരുന്നു. രാജഭരണം നിലനിന്നിരുന്ന രാജ്യമായിരുന്നു. രാജഭരണം മാറി പിന്നീട് അതൊരു മതേതര ജനാധിപത്യ രാജ്യം എന്ന നിലയിലേക്ക് മാറിയിരുന്നു. ഭൂരിഭാഗവും ഹിന്ദുക്കളുള്ള രാജ്യമാണ്. ഏതാണ്ട് 90%-ലധികം നേപ്പാളിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. അങ്ങനെയുള്ള രാജ്യത്ത് നിന്നും ഹിന്ദുത്വത്തെ ഏതാണ്ട് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഭരണതലത്തിൽ നിന്നും അങ്ങനെയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. മുൻ പ്രധാനമന്ത്രിമാരായ പ്രചണ്ഡയും KP ശർമ്മ ഒലിയുമെല്ലാം ഇത്തരത്തിൽ ഹിന്ദുത്വത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു മതേതരനാകാൻ ശ്രമിച്ച പ്രധാനമന്ത്രിമാരായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ബാലേന്ദ്ര ഷാ ഹിന്ദു ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിലേക്ക് മാറുകയായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ സീതാ ജന്മഭൂമിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് വലിയ വിജയം നേടി സത്യപ്രതിജ്ഞയ്ക്ക് രാമനവമി ദിനം അദ്ദേഹം തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്നുവെച്ച് ബാലേന്ദ്ര ഷാ രാജഭരണത്തിനെ പിന്തുണയ്ക്കുന്നയാളൊന്നുമല്ല. രാജഭരണകൂടം വീണ്ടും നേപ്പാളിൽ വരണമെന്ന് വാദിക്കുന്നയാളുമല്ല. ഇദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളത് ധാരാളം യുവാക്കളാണ്. അവരെല്ലാം രാജഭരണത്തിന് എതിരായിട്ടുള്ള നിലപാടുള്ളവരാണ്. പക്ഷേ ഹിന്ദുത്വത്തെ തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വത്വമായും ഹിന്ദുത്വത്തെ സാംസ്കാരിക ദേശീയതയായും ഒക്കെ ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമം അവിടുത്തെ ജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതാണ് ബാലേന്ദ്ര ഷായുടെ ഈ പ്രവർത്തനത്തിൽ പ്രതിഫലിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതായത് രാമനവമി ദിനത്തിൽ തൻ്റെ സത്യപ്രതിജ്ഞ നൽകുന്നതോടുകൂടി രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളോട് നീതി പുലർത്തുക എന്ന കർത്തവ്യം കൂടി ബാലേന്ദ്ര ഷാ നടപ്പിലാക്കുകയാണ്. ബാലേന്ദ്ര ഷാ ഇന്ത്യയിൽ നിന്ന് വിദ്യാഭ്യാസം ലഭിച്ച സ്ട്രക്ചറൽ എഞ്ചിനീയറായി, ജോലി കൊണ്ട് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പിന്നീടൊരു റാപ്പർ കലാകാരനൊക്കെ ആയിട്ടൊക്കെ മാറുകയായിരുന്നു. യുവാക്കളുടെ ഒരു ബിംബമായിട്ടൊക്കെ മാറി. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്. 2022-ൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇദ്ദേഹം മേയറായി മാറിയിരുന്നു. അന്ന് അദ്ദേഹത്തിന് 61,000-ഓളം വോട്ടുകളാണ് ലഭിച്ചത്. പിന്നീടാണ് അദ്ദേഹം സർക്കാർ തലത്തിലെ അഴിമതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെതിരെ വലിയ പോരാട്ടം നയിച്ചത്. ആ പോരാട്ടത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കിട്ടിയത്. ആ വിജയത്തിലും നേപ്പാളിൻ്റെ ഒരു ഹിന്ദു രാഷ്ട്ര പാരമ്പര്യം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പുതിയ ഭരണകൂടം. നേപ്പാളും രാമരാജ്യമായി മാറുകയാണ്.
വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.